അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഫസ്റ്റ് തന്നെ പറയുകയാണ്, ഇത് ജോബ് വേക്കൻസി വീഡിയോ അല്ല. അപ്പോൾ ഇന്നിവിടെ നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റംദാൻ മുബാറക്. അപ്പോൾ ഇന്ന് എന്താണ് വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് റംദാനിക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 30 നോമ്പും ഫുള്ളായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓരോ ദിവസവും. കാലത്ത് ഒരു 6:50 ആയപ്പോൾ ഷിക്കു പോയതിന് ശേഷം ഞാൻ വീണ്ടും കിടന്നു. അതിന് ശേഷം പിന്നെ ഒരു 9:30-10 ആ ടൈമിൽ എപ്പോഴോ എണിച്ചിട്ടുണ്ട്. അതിന് ശേഷം നോക്കിയപ്പോൾ ഇവിടെ ഇന്നലെ ചൂസ് ഫുൾ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഫസ്റ്റ് ക്ലീൻ ചെയ്തു. ചൂസ് ഇപ്പോഴും ഉറക്കത്തിലാണ്. ചൂസ് എണീച്ച് വരുന്നതിനെക്കാട്ടിലും മുമ്പായിട്ട് കുളിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കണം. അങ്ങനെ നമ്മളെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സെറ്റായി വന്നിട്ടുണ്ട്. വീഡിയോയിൽ എന്തപ്പോൾ പറയണ്ടതെന്നൊന്നും അറിയില്ല. എന്തൊക്കെയോ ഞാൻ ആ ടൈമിൽ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല. ഫസ്റ്റ് നോമ്പിന് തന്നെ ഒന്നും ഉണ്ടാക്കണില്ലേ എന്നുള്ള ചിന്തേൻ്റെ കാരണം വെച്ചാൽ ഇന്നലെ വൈകിട്ട് കിടക്കാൻ നേരത്ത് ഫോൺ നോക്കിയപ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത് നാളെ നോമ്പാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ടൈമിൽ പോകാനും നിന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് പുറത്തുനിന്നാവാന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്നത് 12-ാം തീയതി ഒക്കെ ആയിട്ടാണ് നോമ്പ് വരാമെന്നാണ്. പക്ഷേ 11-ാം തീയതി ആയി. കുഴപ്പമില്ല. അപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയൊക്കെ ഉള്ളത്. നമ്മളെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ച് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പള്ളി കാണാൻ പറ്റും. പിന്നെ ഇവിടെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട് എന്നുണ്ട്, പക്ഷെ നമുക്ക് ഇതാണ് കൂടുതൽ എളുപ്പം. അങ്ങനെ പിന്നെ ഇവിടെ ഫുള്ള് വെയിലാണ്. 3 ദിവസം മഴ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അതിലൊരു ദിവസം മാത്രം മഴ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഫുള്ള് വെയിൽ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വല്ലാണ്ട് ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതുവരെ മീൻസ് ഇപ്പോൾ ഉച്ചയില്ലേ, ഉച്ചക്ക് ഇതുവരെയായിട്ടും ക്ഷീണവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോമ്പിൻ്റേതായ ക്ഷീണങ്ങളൊന്നുമില്ല. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു, ഇൻസ്റ്റയിലും യൂട്യൂബിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു, എന്താ വീഡിയോ ഇടാത്തെ, ജോബ് വേക്കൻസിയുടെ വീഡിയോ ഇടാത്തെ. പിന്നെ കുറേ ജോബിൻ്റെ സംഭവങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. സംഭവം എന്താ വെച്ചാൽ, ഒന്നാമത് വർക്ക് കഴിഞ്ഞിട്ട് വന്നതിനാൽ പിന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടാൻ ചിക്കുവിന് എന്തോ കംഫർട്ട് തോന്നണില്ല. ഭയങ്കര തലവേദന കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കണവർക്ക് ഇങ്ങനെ ഡയറക്റ്റ് കമ്പനീസ് ഇങ്ങനെ ജോബ് വേക്കൻസി അയച്ച് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. വീഡിയോ ആയിട്ട് ഇടൽ ഇപ്പം എന്തോ നിർത്തിയേക്കാണ്. ഞാൻ ഇടണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എന്തോ ആൾക്ക് പറ്റണില്ല. പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. അങ്ങനെ അതൊക്കെ ചെയ്തു. എന്തപ്പോൾ ഇനി പറയാ, ഫുഡൊന്നും ഉണ്ടാക്കാത്ത കാരണം എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ചൂസ് എണീക്കുന്നതിന് മുമ്പാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് കിടക്കണമെന്നുണ്ട്, ഫോണൊക്കെ നോക്കിയിട്ട് കിടക്കണമെന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കിടന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും ആൾ കരഞ്ഞു തുടങ്ങി. വീണ്ടും ചൂസിൻ്റെ കലാപരിപാടികൾ വലിച്ചിടുന്ന പിള്ളേർ, ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഇക്കാടെ മോനും ഇങ്ങനെ തന്നെയായിരുന്നു. ഫുള്ള് സാധനങ്ങൾ വലിച്ചിട്ട് ഇതാക്കുമായിരുന്നു. ചൂസിന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷമാണ് ചൂസ് ഉറങ്ങിയത്. അതിന് ശേഷം ഒരു ഉച്ചക്കായപ്പോൾ പഴം കൊടുത്തു. അതിന് ശേഷം ഞങ്ങളെപ്പോഴും ഷിക്കു വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങൾ വിളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിക്കണ കാരണം ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവർക്കിപ്പോൾ 3 മണി വരെ ഉള്ളൂ ടൈം വർക്ക് ചെയ്യാൻ. അപ്പം അത് ആ ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് പോകാറുണ്ട്. അവിടേക്ക് പോവാണ്, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തേക്ക്. ഇവിടെ 5 ലിഫ്റ്റ് ഉണ്ട് ഈ ബിൽഡിങ്ങിൽ, പക്ഷേ 5 വരാൻ ഇത്തിരി ടൈം എടുക്കും. ഒത്തിരി ടൈം എടുക്കും. ഭയങ്കര ഡിലേ ആണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്.
ഇതിൽ 7th ഫ്ലോറിലാണ് ഉള്ളത്. മഴ പെയ്തതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ അവിടെ ഉണ്ട്. ഈ ഏരിയ അടിപൊളി കേട്ടോ, നല്ല എല്ലാം ഉണ്ട് ഈ ഭാഗത്ത്. റെസ്റ്റോറൻ്റ് ആയാലും എല്ലാ സംഭവങ്ങളും ഉണ്ട്. സഹാറ സെൻറ്ററിൻ്റെ അടുത്താണ്. ഇത് ആ കാണുന്നതാണ് സഹാറ സെൻറ്റർ. ഇത് ഒമേഗ ബ്രിഡ്ജ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ഉള്ളവർക്ക്. അപ്പം നമ്മളിത് ഈ ഒമേഗ ബ്രിഡ്ജ് പാസ് ചെയ്തിട്ട് സഹാറ സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യും, മറ്റേ ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെയാണ് പോവാറ്. അപ്പോൾ അങ്ങോട്ട് എത്തിയപ്പോൾ ലിഫ്റ്റ് നോക്കിയപ്പോൾ എന്തോ മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടി അടച്ചിട്ടേക്കാണ്. ഈ ഇച്ചുവിൻ്റെ സ്ക്രോളറും വെച്ചിട്ട് സ്റ്റെപ്പ് കയറി പോവാന്ന് വെച്ചാൽ എളുപ്പമല്ല. പൊക്കി അപ്പോഴേക്കും ചിലപ്പോൾ മേലെ എത്തുമ്പോഴേക്കും ചിലപ്പം ഒരുവിധം അവശതമായിട്ടുണ്ടാവും. ഇപ്പം തന്നെ ഈ ഒരു ടൈമായപ്പോൾ കുറച്ചൊക്കെ ഒരു ക്ഷീണം വന്നിട്ടുണ്ട്. ഷിക്കുനെ വിളിച്ചു നോക്കിയിട്ട് കിട്ടണമില്ല. എന്താ വെച്ചാൽ അവർക്ക് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എന്തോ ബസ്സിൻ്റെ ആക്സസ് ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് സഹാറ സെൻറ്ററിൻ്റെ അവിടേക്ക്. അതുകൊണ്ട് തന്നെ ഫുള്ള് നടന്ന് ചപ്പറായിട്ടാണ് വന്നേക്കണത്. അതിൻ്റേതായൊരു ക്ഷീണമൊക്കെ ഉണ്ട് ആൾക്ക്. പിന്നെ കയ്യിലുള്ള ബോക്സ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഡേറ്റ്സ് തന്നതാണ്, ഈത്തപ്പഴം തന്നതാണ്. ഫുൾ അവശതയായിട്ടാണ് വന്നേക്കണത് നടന്നിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് നോക്കിയപ്പോൾ എന്തോ ഫുൾ ആൾക്കൂട്ടം. അപ്പം അത് എന്താന്നിങ്ങനെ ഞങ്ങൾ നോക്കുകയാണ്, ക്രോസ് ചെയ്തിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായിട്ടാ അത് ഈ പള്ളിയുടെ അടുത്താണ്. ഫുള്ളിങ്ങനെ നോക്കി എന്ത് ക്യൂ അല്ലേ, നീണ്ട് ഫുള്ള് ഇതായേക്കണ്. ഫുള്ള് ഇപ്പോൾ ഏകദേശം ഒരു 5 മണി ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ആ ടൈമിൽ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ എന്നിട്ട് നോക്കി. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഉള്ളിൽ കയറ്റി. അപ്പോൾ ഞങ്ങളും ജസ്റ്റ് ഉള്ളിൽ കയറി. ഞങ്ങൾ എന്തായാലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. കിട്ടോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി. അപ്പോൾ ഒരു ടീം വന്നിട്ട് ഡേറ്റ്സൊക്കെ തന്നിട്ടാ. പിന്നെ ഞങ്ങൾ നിൽക്കണ് മേടിക്കണോ അങ്ങനത്തെ ഒരു സംഭവമായിട്ട്. കിട്ടൂലേന്നൊന്നും അറിയില്ലല്ലോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. ഒരു താലത്തിയിൽ ഫുള്ള് 4 പീസ് ചിക്കനൊക്കെ ആയിട്ട് ഒരു മന്തി പോലത്തെ ഒരു സെറ്റപ്പ്. അപ്പം അതിൽ ഉപ്പും പുളിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം അതൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്തെടുത്ത്, മസാല ഒക്കെ തേച്ചിട്ട് ഓൾട്ടർ ചെയ്തെടുത്ത്. അതിൻ്റെ ഇടയിൽ നോമ്പറന്നിരുന്നു. പക്ഷേ എനിക്ക് ചൂസ് കറിയുന്നതിന് കാരണം ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ചൂസ് കരയുന്ന കാരണം. നാളത്തെ വീഡിയോയിൽ എന്തായാലും ഞാൻ എടുക്കും എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് കാണിക്കാൻ. ഇപ്പോൾ ജസ്റ്റ് ഇത് മാത്രം കാണിക്കാൻ പറ്റണുള്ളൂ. അപ്പോൾ എത്രയോളം. പിന്നെ ഞങ്ങൾ അത്താഴത്തിനൊന്നും എണീക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നാളത്തെ വീഡിയോയിൽ എന്താ ഉണ്ടാക്കണേന്നും പിന്നെ നോമ്പറക്കുന്ന ടൈമിലുള്ള സംഭവങ്ങൾ അതൊക്കെ എന്തായാലും കാണിക്കാം. ഇന്നിപ്പോൾ ഇതുകൊണ്ട് എന്താ പറയുക, പെട്ടെന്നായിരുന്നു പള്ളിയിൽ നിന്ന് ഫുഡ് ഇട്ടലും ഇവിടേക്ക് കൊണ്ടുവരലും പിന്നെ നോമ്പറക്കലും ചൂസ് കരയലും എല്ലാം കൂടി ആയപ്പോൾ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. കരച്ചിലെന്ന് വെച്ചാൽ മാതിരി കരച്ചിലായിരുന്നു, വാശി പിടിച്ചിട്ട് അതിനെടുക്കാൻ പറ്റിയില്ല. അപ്പം എത്രേ ഉള്ളൂ. ടാറ്റാ.